പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോയുടെ പിറവി തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിൽ 12ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ ശാലോം ടിവിയിലൂടെ നമുക്കെല്ലാവർക്കും ഈ ദിനങ്ങളുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ക്ലാസ്സുകളും സെമിനാറുകളും അതോടൊപ്പം തന്നെ വചനവിചിന്തനങ്ങളും ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെടുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ 12ാം ദിവസം ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്ന നമുക്കേവർക്കും ഉപകാരപ്രദമാകുന്ന ഏതാനും ചില വിചിന്തനങ്ങളുമായിട്ട് നമുക്കിപ്പോൾ ആയിരിക്കാം. ഈ ഒരു വചന വിചിന്തനത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുൽത്തൊട്ടി സത്രത്തെ തോൽപ്പിച്ച സുദിനമാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ പുൽത്തൊട്ടി സത്രത്തെ തോൽപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിലേക്കാണ് നിങ്ങളെ ഞാൻ എല്ലാവരെയും പ്രത്യേകമാം വിധം സ്വാഗതം ചെയ്യുന്നത്. ഇല്ലായ്മകളുടെ ഇല്ലമാണ് പുൽത്തൊട്ടി. സത്രക്കാരൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണെങ്കിലും കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലാണ് സത്രക്കാരൻ്റെ മുന്നിൽ. അങ്ങനെയെങ്കിൽ ഈ സത്രക്കാരൻ്റെ ജീവിതത്തെ പുൽത്തൊട്ടി തോൽപ്പിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ടായിരുന്നു. എന്താണ് ആ തത്വശാസ്ത്രം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിചിന്തനമായിട്ടെടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കവിതയിലെ ഒരു വരിയെ ഞാൻ ഓർത്തു പോവുകയാണ്. കൊടുപ്പിലാണ് എടുപ്പെന്നോർക്കുക മാനവരെ. എന്താണ് കൊടുപ്പിലെ എടുപ്പെന്ന് പറയുന്നത്? കൊടുക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്, കൊടുക്കുന്നതിൽ ഒരു മനോഹാരിതയുണ്ട്, കൊടുക്കുന്നതിൽ ഒരു മാധുര്യമുണ്ട്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കൊടുക്കും തോറും ആ വ്യക്തി വിളിച്ചോതുന്നത് ഒരു സൗന്ദര്യത്തെയാണ്. അങ്ങനെ ഒരു കൊടുപ്പിൻ്റെ ഉത്സവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ പുൽത്തൊട്ടി വിശാലമായിട്ട് കൊടുപ്പിൻ്റെ ഉത്സവമാണ് പ്രഘോഷിച്ചത്. എന്നാൽ സത്രക്കാരനോ സ്വാർത്ഥതയുടെ പര്യായമായി കുടികൊണ്ടു. അങ്ങനെ സ്വാർത്ഥതയുടെ പര്യായമായി നിലകൊള്ളുന്ന സത്രക്കാരൻ്റെ മനസ്സിനെ ഈ വിശാലമായ കൊടുപ്പിൻ്റെ ഉത്സവമായി പ്രഘോഷിച്ച പുൽത്തൊട്ടി തോൽപ്പിച്ചുവെങ്കിൽ ആ ഒരു കൊടുപ്പിലേക്ക് വിശാലമായ മനസ്സുണ്ടാകുവാൻ നമ്മളെല്ലാവരും ഇന്ന് ക്ഷണിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സത്രക്കാരൻ്റെ മനസ്സും പുൽത്തൊട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുട്ടികൾ അവതരിപ്പിച്ച നാടകം ഞാൻ ഓർത്തു പോവുകയാണ്. ഇതുപോലെ തന്നെ ക്രിസ്മസിനെ കുറിച്ചുള്ളൊരു നാടകം അവർ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ നാടകം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ റോൾ നൽകി. അതിലൊരു കുട്ടിക്ക് കൊടുത്തത് സത്രക്കാരനായി അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഔസ്യപിതാവും മാതാവും ഇങ്ങനെ അവശരായി നടന്ന് ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ സത്രക്കാരൻ്റെ അടുക്കൽ വന്ന് മുട്ടിയിട്ട് ചോദിക്കണം, ഇവിടെ ഞങ്ങൾക്ക് ഇടമുണ്ടോ എന്ന്. അവരുടെ അടുത്ത് കൊട്ടിയടച്ച് വാതിലോടുകൂടി പറയണം, ഇവിടെ നിങ്ങൾക്ക് ഇടമില്ല എന്ന്. അങ്ങനെ നാടകം ആരംഭിച്ചു. ഔസ്യപിതാവും മാതാവും ഈ സത്രക്കാരൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കൊട്ടി. സത്രക്കാരനായ ഈ കുട്ടി വാതിൽ തുറന്നു. വാതിൽ തുറന്ന് ഇപ്രകാരം പറഞ്ഞു. ഈ കരച്ചിലും അവശരായി നിൽക്കുന്ന ഔസ്യപിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ കൊച്ചിന് ഡയലോഗ് ഓർത്തിരിക്കാൻ സാധിച്ചില്ല. അവൻ്റെ ഉള്ളിൽ വിതുമ്പൽ വന്നു. അവൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറി വന്നോളൂ, ഇവിടെ സ്ഥലമുണ്ട് എന്ന്. അതോടുകൂടി നാടകം അവിടെ അവസാനിച്ചു എന്നാണ് പറയുക.
കാരണം സത്രക്കാരൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാടകത്തിൽ പുൽത്തൊട്ടിക്ക് എവിടെയാണ് സ്ഥാനം? ഇതാണ് സത്രക്കാരൻ്റെ മനസ്സിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത്. ഇടം കൊടുക്കുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ക്രിസ്തുമസിന് നമ്മോട് പറയുവാനുള്ള ഏറ്റവും സുന്ദരമായ സന്ദേശം. അതാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. കളങ്കമില്ലാത്തവർക്കാണ് ഈ തുറവി ഉണ്ടാവുകയുള്ളൂ. നിഷ്കളങ്കതയുടെ പര്യായങ്ങളാണ് ബാലർ, അല്ലേ? കുട്ടികളൊക്കെ നിഷ്കളങ്കതയുടെ പര്യായങ്ങളാണ്. വിശുദ്ധി ഉള്ളിടത്താണ് ഈ തുറവി ഉണ്ടാവുകയുള്ളൂ, സ്വീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. സന്തോഷം നൽകുന്ന പങ്കുവെക്കലിൻ്റെ അനുഭവം കൊടുക്കുവാൻ കഴിയുന്നത് എപ്പോഴാണ്? ഈ കുട്ടികളുടെ മനസ്സുണ്ടാകുമ്പോഴാണ്. പാപത്തിൻ്റെ കറ പുരണ്ട ഒരു മനസ്സിന് പങ്കുവയ്ക്കലിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ സത്രക്കാരൻ്റെ മനസ്സാണോ ഉള്ളത്, അത് പുൽത്തൊട്ടിയുടെ മനസ്സാണോ ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമ്മൾ വിചിന്തനം ചെയ്യുക. അച്ഛൻ പറയുന്ന ചില പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് താലോലിക്കാം. ഞാനൊരു സത്രക്കാരനാണോ അതൊരു കാലിത്തൊഴുത്തിലെ അംഗമാണോ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഹേറോദേശമുണ്ട്, സത്രക്കാരനുണ്ട്, വെളിച്ചത്തെ ഇല്ലാതാക്കുന്ന ഇരുട്ടുണ്ട്. ഇതൊക്കെ കാലിത്തൊഴുത്തിന് തടസ്സമായി നിന്നവയാണ്. അവരെല്ലാവരും നമുക്കെതിരാണ്. നമ്മൾ ഓർക്കേണ്ടത് സത്രക്കാരൻ്റെ ആ മനസ്സിൽ നിന്ന് മാറി വിശാലമായ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, എവിടെയാണ് ഇന്ന് നിൻ്റെ ജീവിതം? സത്രക്കാരിലാണോ പുൽത്തൊട്ടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലീഹ ഒരിക്കൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ദോമിനെ കോ വാദിസ്, ലോഡ് വേർ ആർ യു ഗോയിങ്? ദൈവമേ, കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത്? ഈ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ ഇന്ന് ആ ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീ എവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്കാണോ യാത്ര ചെയ്യുന്നത്, അതോ സ്വാർത്ഥതയോടുകൂടി തൂമ്പയുടെ സംസ്കാരമുള്ള എവിടേക്ക് ഞാൻ കിളയ്ക്കുന്നുവോ അവിടുത്തെ മണ്ണെല്ലാം എൻ്റെ കാൽപാദത്തിങ്കൽ വരണം എന്നാഗ്രഹിക്കുന്ന സ്വാർത്ഥതയുടെ പര്യായത്തിലേക്കാണോ ഞാൻ യാത്ര ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കളവ് ചെയ്യുമ്പോഴല്ലേ ഒളിക്കേണ്ടി വരികയുള്ളൂ. ഒരു കൊച്ചുകുട്ടി പ്രോഗ്രസ് കാർഡ് പണ്ട് ക്ലാസ്സിൽ മാർക്ക് മേടിച്ച് കഴിയുമ്പോൾ പലതിലും തോറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോയിട്ട് അപ്പനിൽ നിന്ന് സൈൻ മേടിക്കണം. പക്ഷേ ഒരു കുട്ടി ഇതുപോലെ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ എല്ലാത്തിലും പൊട്ടിയിരിക്കുക. അങ്ങനെ പൊട്ടിയിരിക്കുന്നൊരവസരത്തിൽ അപ്പൻ്റെ അടുത്ത് പോയാൽ ഉറപ്പായിട്ടും വഴക്കും കിട്ടും, അടിയും കിട്ടും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സാധാരണ രീതിയിൽ കുട്ടികൾ ഉപയോഗിക്കാറുള്ള ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ശീലമെന്ന് പറയുന്നത് അമ്മയുടെ സാരിത്തുമ്പിൽ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് ഈ കുട്ടി അമ്മയുടെ കൽപ്പിച്ച, അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ അപ്പൻ്റെ ഒപ്പൊന്ന് വാങ്ങിച്ചു തരുമോ എന്ന്. ഈ ഒരു ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ സാധാരണ രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ഒളിച്ചിരിക്കുന്നൊരവസ്ഥ എവിടെ മുതലാണ് തുടങ്ങിയത്? പണ്ട് ആദവും ഹവ്വായും ദൈവവും അത്രമാത്രം കൂട്ടായി എന്തൊരു സുന്ദരമായൊരു അന്തരീക്ഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് ആനന്ദമുണ്ടായിരുന്നു, പങ്കുവയ്ക്കലുണ്ടായിരുന്നു, അവർക്ക് എല്ലാം സമൃദ്ധിയായി ഉണ്ടായിരുന്നു. പക്ഷേ അവർ മരത്തിന് പിറകെ, ഇലകൾക്ക് പിറകെ ഒളിക്കുവാനായി തുടങ്ങിയത് എപ്പോഴാണ്? പാപം ചെയ്തു തുടങ്ങിയപ്പോഴാണ്. പാപത്തിൻ്റെ കറ പുരളിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവനും ഇതുപോലെ ഒളിസങ്കേതങ്ങളെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായി മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ 100 പ്രവാചകരിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു രാജാവാണെന്നാണ്. പക്ഷേ അദ്ദേഹം രാജ്ഞിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല, ഓടി ഒളിച്ചു ഗുഹയ്ക്കുള്ളിൽ. കാരണം എന്താ? പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒളിസങ്കേതങ്ങൾ അന്വേഷിക്കും. ഈ സാംസൻ്റെ ജീവിതം എന്നെ എത്രമാത്രം നമ്മളെ സ്പർശിച്ചിട്ടുണ്ട്. എത്ര ശക്തനായിരുന്നു സാംസൺ. ഈ സാംസൺ എന്തു പറ്റി? അവൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു പോയി. എപ്പോൾ? പാപത്തിൽ വീണ നിമിഷത്തിൽ. പാപം എപ്പോൾ നമ്മെ മുറുകെ പിടിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ബലം ഇല്ലാതായിത്തീരും. പത്രോസ് ഒളിച്ചില്ലേ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് ശേഷം ഒളിക്കേണ്ടി വന്നു. കാരണം എന്താ? തൻ്റെ യജമാനനെ നോവിച്ചു എന്നുള്ള കുറ്റബോധം. എവിടെ യൂദാസ് ഒളിച്ചു? പാപം ചെയ്തതിന് ശേഷം. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും സത്രക്കാരൻ്റെ മനസ്സിലേക്ക് നമ്മൾ കുടികയറും.
അവിടെയെല്ലാം നമ്മൾ വാതിലടയ്ക്കും, നമുക്ക് മറ വേണം, ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. വിശുദ്ധ ജെറോമിനെ കുറിച്ച് പറയുന്ന സുന്ദരമായൊരു കഥ ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നൊരു കഥയാണ്. പക്ഷേ അത് ആവർത്തിച്ചാലും ഒത്തിരി മനോഹാരിതയുണ്ട്, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു കഥയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ഗുഹയിൽ വിശുദ്ധ ജെറോം ആയിരുന്ന സമയത്ത് ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവ് ജെറോമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ എന്ത് സമ്മാനമാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് തരിക എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ ജെറോം താൻ വിവർത്തനം ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രതി ആയിക്കൊള്ളട്ടെ എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ കർത്താവ് വിശുദ്ധ ജെറോം പറഞ്ഞ ഒരു സമ്മാനവും സ്വീകരിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ഓരോരോ സമ്മാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കർത്താവിന് അതിലൊന്നും ഒരു താല്പര്യം കാണിച്ചില്ല. അവസാനം വിശുദ്ധ ജെറോം അങ്ങോട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ നൽകേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഗിവ് മീ യുവർ സിൻസ്. നിൻ്റെ പാപങ്ങൾ നീ എനിക്ക് തരിക. കർത്താവ് ചോദിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് നിൻ്റെ പാപമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു പിതാവ് കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ സത്രക്കാരൻ്റെ മനസ്സ് വെടിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സത്രക്കാരൻ്റെ മനസ്സ് വെടിയണമെങ്കിൽ ഈ പാപത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ കറകളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുകയും കുമ്പസാരക്കൂടിനെ പ്രണയിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഈ ഒരു പുൽത്തൊട്ടിയുടെ വിശാലതയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. സിൻ, പാപം. ഈ സിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൽ അതിൻ്റെ നടുവിലുണ്ട് പാപത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദു. ഞാൻ എന്ന ചിന്ത മുറുകെ പിടിക്കുമ്പോഴല്ലേ കൂടുതലായി നമുക്ക് സ്വാർത്ഥതയിലേക്ക് നയിക്കപ്പെടുന്നത്. സ്വാർത്ഥത ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ എന്ന ചിന്ത കൂടിക്കൂടി വരുന്നത്. ഈ ഞാൻ എന്ന ചിന്ത എപ്പോൾ എടുത്തു മാറ്റപ്പെടുന്നുവോ അവിടെ അപരനെ കൊണ്ടുവയ്ക്കുക, അവിടെ ഈശോയെ കൊണ്ടുവയ്ക്കുക, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ അഹങ്കാരമില്ലാത്ത, പാപത്തിൻ്റെ കറപുരളാത്ത ഒരു വ്യക്തിത്വമായി മാറുക. നമുക്ക് ബൈബിളിൽ നോക്കി അതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പാപത്തിൻ്റെ കറപുരളാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ധൂർത്തപുത്രൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ അവശനായി സകലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് മനപരിവർത്തനമുണ്ടായി. അവൻ ചിന്തിക്കാൻ തുടങ്ങി പാപബോധത്തോടെ, എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ പിതാവിനെതിരെ പാപം ചെയ്തു പോയി, സ്വർഗത്തിനും എൻ്റെ പിതാവിനുമെതിരെ പാപം ചെയ്തു പോയി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയുമ്പോൾ അവിടെ തുടങ്ങും പുൽത്തൊട്ടിയുടെ വിശാലത, അവിടെ തുടങ്ങും വിശുദ്ധിയുടെ ആരംഭം. പ്രിയമുള്ളവരെ, നമുക്ക് പത്രോസിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കാം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് സഭയുടെ പാറയായി മാറി. ഇത് ഏറ്റുപറച്ചിലോടുകൂടി തിരികെ വരുമ്പോൾ, ക്ഷമ ചോദിച്ചുകൊണ്ട്, കാരുണ്യം ചോദിച്ചുകൊണ്ട് തിരികെ വരുമ്പോൾ എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കാതിരിക്കുക? ഇരു കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കും. നമ്മൾ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം എന്ന് എടുത്തു നോക്കിക്കേ. എത്ര പേരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്, എത്ര പേരെയാണ് ആക്രമണത്തിനിരയാക്കിയിട്ടുള്ളത്. കർത്താവിന് വേണ്ടിയിട്ട് അവസാനം ഒരു വലിയ സുവിശേഷ പ്രഘോഷകനായി മാറിയത് എപ്പോഴാണ്? ഈ പാപത്തിൻ്റെ കറപുരണ്ട ജീവിതം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കടന്നു പോയപ്പോൾ, ഒരു കണ്ടുമുട്ടലിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ, പാപിനിയായ സ്ത്രീ എന്തുമാത്രം പാപങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അവസാനം അവളൊരു തീരുമാനമെടുത്തു, ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല എന്ന്. സക്കേവൂസിൻ്റെ ജീവിതം എടുത്തു നോക്കൂ. ഒരു കണ്ടുമുട്ടലിൽ അവനൊരു വലിയ മാറ്റം സൃഷ്ടിച്ചില്ലേ? തൻ അപഹരിച്ചെടുത്തതെല്ലാം ഇരട്ടിയായിട്ട്, 4 ഇരട്ടിയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു തീരുമാനം. പ്രിയമുള്ളവരെ, ഇതാണ് പുൽത്തൊട്ടിയിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനം. സത്രക്കാരനിൽ നിന്നും പുൽത്തൊട്ടിയിലേക്കുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് കുമ്പസാരക്കൂട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. ഞാൻ പാപിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് യാത്ര ചെയ്താൽ അതിൻ്റെ അർത്ഥം ഞാൻ സത്രക്കാരിൽ നിന്നും പുൽത്തൊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്നത് വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയാണെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരവാണ് നമ്മളിൽ നിന്ന് ഈ ദിവസം ഈശോ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുമ്പസാരക്കൂടിനെ പ്രണയിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കണം. കുമ്പസാരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കുമ്പസാരം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുമ്പസാരത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. 4 മാനങ്ങളുണ്ട് കുമ്പസാരിക്കുമ്പോൾ എന്ന് തിരിച്ചറിയുക. ഒന്ന്, നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവശാസ്ത്രപരമായൊരു മാനമുണ്ട്.
നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്ന നിമിഷങ്ങൾ, ദൈവകൽപ്പനകൾക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ, ഇതൊക്കെ ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു മാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവയാണ്. ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ ഓർക്കുക, കുമ്പസാരക്കൂട്ടിൽ ഉണർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട, ഏറ്റുപറച്ചിൽ നടത്തേണ്ട പാപങ്ങളിൽ ദൈവവുമായിട്ട് ഞാൻ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, ദൈവത്തിലേക്ക് അടുക്കുന്നതിന് പകരം ഞാൻ അകന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയെ പ്രത്യേകം എടുത്ത് പ്രതിപാദിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള മാനങ്ങളാണ്. എൻ്റെ സഹോദരരുമായിട്ടുള്ള ബന്ധങ്ങൾ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എൻ്റെ ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അയൽവക്കവുമായിട്ടുള്ള ബന്ധങ്ങൾ, അവിടെയൊക്കെ ഒരു നല്ല ബന്ധം എനിക്ക് സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, സ്നേഹത്തിൻ്റെ അംശം ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ, ഓർക്കേണ്ടത് ഇത് ഏറ്റുപറച്ചിലിനുള്ള സമയമാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോയി അത് ഏറ്റുപറയുവാനായിട്ട് ശ്രദ്ധിക്കുക. 3, മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു മാനമാണ്. നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്നെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തെ ഞാൻ മാനിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, ഇതൊരു വിചിന്തനമാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഈ ചുറ്റുപാടുമുള്ള ബന്ധം, ഈ പ്രകൃതിയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നു, ഈ പ്രകൃതിയെ ഞാൻ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട അടുത്തത്. അപ്പോൾ എപ്പോഴും കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം, ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ സന്തോഷത്തിന് കാരണമാകും. ആരുടെയാണ് ആ സന്തോഷം? സ്വർഗത്തിൽ ആനന്ദമുണ്ടാക്കും എൻ്റെ തിരിച്ചുവരവ്. ഒരു പാപി അനുതാപത്തിലൂടെ തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുമെന്ന വചനം നമുക്ക് മുറുകെ പിടിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യം, ഞാൻ പാപം ചെയ്യില്ല, പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുമെന്നുള്ളൊരു വലിയ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ, ഇനി അല്പനേരം കഴിയുമ്പോൾ നമ്മളൊരു ആരാധനയിലേക്ക് പ്രവേശിക്കും. ആ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബെത്സൈദ കുളത്തിലേക്ക് പ്രവേശിച്ച ഒരു അനുഭൂതിയിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മളെ തന്നെ മുഴുവനായി കഴുകുന്നൊരവസ്ഥ, നമ്മളെ തന്നെ മുഴുവനായി നവീകരിക്കുന്നൊരവസ്ഥ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ചില തീരുമാനങ്ങളും ഉണ്ടാകും. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോഴൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പൂർണ്ണമായൊരു കുമ്പസാരമുണ്ട്, നിയമപരമായിട്ടുള്ളൊരു കുമ്പസാരവുമുണ്ട്. നിയമപരമായിട്ടുള്ള എന്ന് പറയുമ്പോൾ സാധുവാക്കുന്ന കുമ്പസാരം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ സഭ പറയുന്നതനുസരിച്ചുള്ള മാനങ്ങളനുസരിച്ച് കുമ്പസാരിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, കർത്താവിൻ്റെ ആശീർവാദം മേടിക്കുക, പാപവിമോചനം മേടിക്കുക, അതിനുശേഷം നാം ഏറ്റെടുക്കുന്ന പ്രായശ്ചിത്തം പ്രാബല്യത്തിൽ വരുത്തുക. എന്നാൽ ഒരു പൂർണ്ണതയിലേക്ക് എൻ്റെ കുമ്പസാരം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കുമ്പസാരക്കൂട്ടിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ഞാനൊരു പിതാവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ആ പിതാവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ വേദനിപ്പിച്ച പിതാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം. അങ്ങനെയെങ്കിൽ വേദനിപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എൻ്റെ കുമ്പസാരം എന്തായി? പൂർണ്ണതയുള്ള കുമ്പസാരമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, പൂർണ്ണതയുള്ള കുമ്പസാര കൂടുകളെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. പൂർണ്ണതയുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ണീരോടുകൂടി പറയുവാൻ കഴിയണം, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറച്ചിൽ നടത്തുവാൻ കഴിയണം, വേദനയോടുകൂടി പറയുവാൻ കഴിയണം. അങ്ങനെ വേദനിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളിലേക്ക് പിന്നെ വീണ്ടും വീഴുകയില്ല. കാരണം ഒരിക്കൽ കുമ്പസാരിച്ചിട്ട് വീണ്ടും ആ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം വേദനയോടുകൂടി കണ്ണീരോടുകൂടി ഞാനത് ഏറ്റുപറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കണ്ണീരിൽ കുതിർന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. പരിശുദ്ധ അമ്മയുടെ ജീവിതം എത്രമാത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എളിമയോടുകൂടി ഈ ഒരു തിരിച്ചുവരവിൻ്റെ വലിയ ആഘോഷമാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മരണസമയത്ത് നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. കാരണം എന്താ? ഈ മരിക്കുന്ന സമയത്ത് പാപത്തിൻ്റെ കറപുരണ്ടിട്ടുള്ള ജീവിതമാണ് എങ്കിൽ
ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മെ സഹായിക്കുന്ന അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ജപമാല മണി മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം, അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം കൂടി നമുക്കുണ്ടാക്കാം. ഒരിക്കലും ഇപ്രകാരം ഒരു ചെറിയ കഥ പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ കവാടത്തിനരികിൽ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം പത്രോസ്ലീഹയുടെ മുമ്പിലായിരിക്കും പ്രത്യക്ഷപ്പെടണമെന്ന് പറഞ്ഞിരുന്ന ഒരു കഥ. അപ്പോൾ പത്രോസ്ലീഹ നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഓരോ പേജും ഓരോ താളും മറിച്ച് നോക്കും. ഇന്ന ഇന്ന കുറ്റങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, അവിടെ മാറി നിൽക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ തക്കതായ ശിക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും എന്ന് പറയുന്ന വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പൗലോസ്ലീഹയും പത്രോസ്ലീഹയും അവിടെ ഉണ്ടെന്നാണ് പറയുക. പക്ഷേ ചില സമയത്ത് പത്രോസ്ലീഹയും പൗലോസ്ലീഹയും റെസ്റ്റിന് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കാറുണ്ടെന്നാണ് കഥയിൽ പറയുന്നത്. ഇത് കഥ വായിക്കുമ്പോൾ നമുക്ക് അല്പം നർമ്മബോധത്തോടു കൂടി നമ്മൾ അതിനെ എടുക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഗൗരവമായൊരു കാര്യം, ഈ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ പുസ്തകവും ഈ പ്രവേശന കവാടത്തിൻ്റെ താക്കോലും ആരെയാണ് ഏൽപ്പിക്കുന്നത്? പരിശുദ്ധ അമ്മയെയാണ്. അപ്പോൾ കഥയിൽ പറയുന്നത് അത്ര നേരം പുറത്തു നിന്ന എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് അകത്തേക്ക് കയറി പോകുമെന്നാണ് പറയുക. കാരണം അമ്മയുടെ വിശാലമായ സ്നേഹവും ആ വലിയ മനസ്സും കാരണം. പ്രിയമുള്ളവർ, എത്ര വലിയ പാപിയാണെങ്കിലും ഏറ്റു പറയുവാനുള്ളൊരു മനസ്സുണ്ടാവുക. ഏറ്റു പറയാനുള്ള മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയൊരു വ്യത്യാസമുണ്ടാകും. 16 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ എന്ന് അവർ കുമ്പസാരിക്കാൻ തുടങ്ങിയോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കണ്ടത്. അവരുടെ ജീവിതത്തിൽ വലിയ ആനന്ദമാണ് കണ്ടത്. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് പിന്നീട് കണ്ടത്. പ്രിയമുള്ളവരെ, കുമ്പസാരിക്കുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം നമുക്കുള്ളിൽ ജനിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി പാപം ചെയ്യില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയെങ്കിൽ ഞാനൊരു ചെറിയ ടാസ്ക്, ഒരു ചെറിയ ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഈ 12-ാം ദിവസത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന മനോഹരമായ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമായിട്ട് നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടോ, വഴക്കിട്ട് നിൽക്കുന്നുണ്ടോ, ആരെങ്കിലുമായിട്ട് നമ്മൾ അകൽച്ചയിലുണ്ടോ, അവരെ ഒന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവരിൽ നമുക്ക് ഈശോയെ കാണാം, അവരിൽ നമുക്ക് ഉണ്ണിയേശുവിനെ കാണാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണീശോയെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ മാതൃകയിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ നമ്മുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതായിരിക്കും യഥാർത്ഥമായ ക്രിസ്മസ്, അതായിരിക്കും യഥാർത്ഥമായ തിരിച്ചുവരവ്. അങ്ങനെ ഒരു തിരിച്ചുവരവാണ് ഈശോ സ്വപ്നം കാണുന്നതും സ്വർഗത്തിന് ആനന്ദമുണ്ടാക്കുന്നതും. നമുക്ക് ചെയ്യാം, ദൈവത്തെ സന്തോഷിപ്പിക്കാം, സ്വർഗത്തെ ആനന്ദിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ആരാധന, 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 അങ്ങേക്ക് 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ നിത്യം കാത്തുപാലിക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച കൃപയെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ ഹൃദയം ഒരു പുൽത്തൊട്ടിയാക്കുവാൻ, അവിടെ ഉണ്ണീശോയ്ക്ക് ഇടം നൽകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. ഈ വലിയ സംരംഭത്തെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നല്ലവനായ നാഥ, ഈ വചന വിചിന്തനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഒരു സത്രക്കാരൻ്റെ മനസ്സ് ഞങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഞങ്ങളെ നീ ബോധ്യപ്പെടുത്തി. സ്വാർത്ഥതയുടെ എല്ലാം പിടിച്ചെടുക്കണമെന്നുള്ള അത്യാഗ്രഹത്തിൻ്റെ ഒരു മനസ്സ് ഞങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്വാർത്ഥതയോടുകൂടി, അഹങ്കാരത്തോടുകൂടി, പദവിക്കും നാമത്തിനും പേരിനുമൊക്കെ പിറകെ പായുന്ന ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ കറപുരളാത്ത നിഷ്കളങ്കതയുള്ള വിശുദ്ധിയുടെ വിളനിലമായൊരു പുൽത്തൊട്ടിയുടെ മനസ്സ് നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. നിഷ്കളങ്കമായ മനസ്സോടും ഹൃദയത്തോടും കൂടി വ്യാപരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. ഈ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുമ്പസാരക്കൂടിനെ പ്രണയിക്കുവാൻ ഞങ്ങളോട് നീ ആഹ്വാനം ചെയ്യുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കാരുണ്യവാനായ നാഥൻ്റെ മുമ്പിൽ ഞാൻ പാപിയാണെന്ന ചങ്കൂറ്റത്തോടെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായി നീ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുവല്ലോ. ഈശോയെ, 1000 നന്ദി. ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ ഇറങ്ങിയതിന്, ഞങ്ങളുടെ ബോധ്യങ്ങളിലേക്ക് നീ ഇറങ്ങിയതിന്, ഞങ്ങൾ എന്തായിരിക്കുന്നുവെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചതിന് ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട്, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ടൊക്കെ അനേകം തവണകൾ അങ്ങയെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ, സത്രക്കാരൻ്റെ സ്വാർത്ഥതയിലേക്ക് യാത്ര ചെയ്ത ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ കടലിലേക്ക് ഞങ്ങളെ അങ്ങ് ഇറക്കിയണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സമ്പന്നരാക്കിയണമേ. അങ്ങയുടെ കരുണയാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തോന്നണമേ. കരുണാമയനേ,
കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. പാപിയാണ് ഞാൻ, അങ്ങിൽ നിന്ന് അകലുവാനായി എൻ്റെ പാപങ്ങൾ കാരണമായി ആദവും ഹവ്വായും പാപം ചെയ്ത മാത്രയിൽ അവർ മരത്തിന് പിറകെ ഒളിച്ചതുപോലെ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ എൻ്റെ പാപങ്ങൾ എന്നെ നയിച്ചു. അങ്ങിൽ നിന്ന് ദൂരെയായ നിമിഷങ്ങളെ ഓർത്ത്, അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയ നിമിഷങ്ങളെ ഓർത്ത്, അങ്ങയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത്, അങ്ങയുടെ തിരുവോളിന്മേൽ എൻ്റെ പാപം മൂലം അങ്ങ് വഹിച്ച കുരിശിനെ ഓർത്ത്, ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. പാപം ചെയ്ത ഏലിയ പ്രവാചകൻ ഗുഹയിലേക്ക് ഓടിയതുപോലെ അങ്ങയെ തള്ളിപ്പറഞ്ഞ പത്രോസ് അങ്ങിൽ നിന്ന് മറഞ്ഞു നിന്നതുപോലെ അഹങ്കാരത്തിൻ്റെ കെടുതിയിൽ വീണ് സ്വാർത്ഥതയുടെ കൂടെ ഞാൻ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചു പോയി. എൻ്റെ പാപങ്ങളാണ് അതെല്ലാം കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങീ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത്, അങ്ങേക്കെതിരായി ചെയ്തു പോയ ഓരോ പാപത്തെയും ഓർത്ത്, ഈശോയെ അങ്ങയോട് ഞങ്ങൾ കരുണയാചിക്കുന്നു. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഉണ്ണീശോയെ തന്നെയാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഞാൻ കാരണമായിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണുനീരിന് ഞാൻ കാരണമായിട്ടുണ്ട്. എൻ്റെ അയൽവാസികളുടെ കണ്ണുനീരിന് ഞാൻ കാരണമായിട്ടുണ്ട്. എൻ്റെ ചുറ്റും വസിക്കുന്നവരായ അനേകം പേർക്ക് ഞാൻ മൂലം കരയേണ്ടി വന്നിട്ടുണ്ട്. ഈശോയെ, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും ഈ നിമിഷം എന്നെ വേട്ടയാടുകയാണ്. കുമ്പസാരക്കൂടിനെ പ്രണയിച്ചുകൊണ്ട് ആ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള കൃപ ഈശോയെ ഈ നിമിഷം ഞങ്ങളിലേക്ക് നീ ഒഴുക്കേണമേ, കരുണ നൽകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. വിശുദ്ധ ജെറോമിനോട് ഒരു ക്രിസ്മസ് സമ്മാനം ചോദിച്ചപ്പോൾ ഈശോയെ അങ്ങയുടെ ദാഹമാണല്ലോ നീ വെളിപ്പെടുത്തിയത്. ജെറോമിനോട് അങ്ങ് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ്. അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ, തൻ്റെ കുരിശിൻ്റെ വലതുഭാഗത്തുള്ള കള്ളനോട് ഇന്ന് പറുദീസായിൽ നീലുമുണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുവല്ലോ. പാപികളായി ഞങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്യണമേ, സ്വർഗം സമ്മാനിക്കണമേ. വിശുദ്ധ ജെറോമിനോട് പറഞ്ഞ ആ വാക്കുകൾ ഈ നിമിഷം ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ധ്യാനിക്കുന്നു. ഗിവ് മീ
യുവർ സിൻസ്. നീ നിന്റെ പാപങ്ങൾ എനിക്ക് സമ്മാനമായി നൽകുക എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും. ഇനിയും ആ പാപങ്ങളിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കരുതേ. പാപത്തിൻ്റെ കറവുരളാത്ത ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു ശരീരവും ഈ ക്രിസ്മസിൽ അങ്ങേക്ക് സമ്മാനമായി നൽകുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈശോയെ, കരുണയായിരിക്കണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണല്ലോ അങ്ങ് ദാഹിക്കുന്നത്. എൻ്റെ ഒരു രൂപാന്തരീകരണമാണല്ലോ അങ്ങ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു തിരിച്ചു വരവിന് വേണ്ടിയാണല്ലോ അങ്ങ് കാത്തിരിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് എന്നോട് സംഭാഷിക്കണമേ. എന്നോട് പറയുവാനുള്ള വലിയ സന്ദേശം ഇന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങളിതാ ഹൃദയവും മനസ്സും തുറന്ന് കാത്തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ബെത്സദായിലെ രോഗശാന്തിക്ക് കാരണമായ ആ സംഭവം. യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. ഈശോയെ, 1000 നന്ദി. നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ കാതുകളിൽ ഇപ്പോൾ മുഴങ്ങുകയാണ്. നിനക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കടമെടുക്കുകയാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയകന്ന് പുരോഹിതന്റെ അടുക്കൽ ഈശോയെ കണ്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുവാനുള്ള വലിയൊരു ആഗ്രഹത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഈശോയെ, ഈ തളർവാദ രോഗിയുടെ ജീവിതം എൻ്റെ ജീവിതം തന്നെയാണ്. 38 വർഷമായി കാത്തിരുന്ന ഒരു മാനസാന്തരം. അനേകം നാളായി അങ്ങയെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും പാപത്തിൽ വീഴുകയും ചെയ്തിട്ടും അങ്ങിലേക്ക് തിരികെ വരാതെ പോയ നിമിഷങ്ങളുണ്ട്. ആ തളർവാദ രോഗിയോട് അങ്ങ് ചോദിച്ച ചോദ്യം ഇന്ന് ഞാനും അങ്ങിൽ നിന്ന് ശ്രവിക്കുകയാണ്. നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? ഉവ്വ് കർത്താവേ, ഒരു തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. ഒരു മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ മുഴുവനായും നീ കഴുകണമേ. ഈശോയെ, രോഗശാന്തി നൽകണമേ. എൻ്റെ മനസ്സിന്
സൗഖ്യം നൽകണമേ. എൻ്റെ ആത്മാവിൻ്റെ എല്ലാ പാപക്കറകളും അങ്ങ് കഴുകിക്കളയണമേ. ഈശോയെ, ഒരു വലിയ അത്ഭുതങ്ങളിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ കരസ്പർശനത്താൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയുടെ ഒരു വെൺപാത്രമാക്കി നീ മാറ്റണമേ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആപാദചൂടം സുഖമാകുവാൻ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആപാദചൂഡം ഞാൻ സുഖമാകുവാൻ. മനസ്സാകുമോ നാദ സുഖമാക്കുവാൻ? ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആപാദചൂഡം ഞാൻ സുഖമാകുവാൻ. ഈശോയെ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകുന്ന തമ്പുരാനെ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകിയതിന്, പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകിയതിന്, പാപങ്ങളിൽ വീണുഴലുന്ന മനുഷ്യൻ്റെ അധപതനത്തെക്കുറിച്ച് ബോധവന്മാരാക്കിയതിന് ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയെ, അങ്ങയുടെ ജനനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, എൻ്റെ ജീവിതം ഒരു പുൽത്തൊട്ടിയായി മാറുവാൻ, എൻ്റെ ജീവിതം മുഴുവൻ ഒരു കാലിത്തൊഴുത്തായി മാറുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാം കണ്ടറിയുന്ന തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് അങ്ങ് ഞങ്ങളെ എപ്പോഴും അങ്ങയുടെ തിരുവിലാവിൽ ചേർത്ത് നിർത്തണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായി ദാഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന ആരാധന, പാടാമാരാധന
പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ